വനമേഖലയിൽ നിന്നും 7 കിലോമീറ്റർ അകലെ, അതായത് മുണ്ടക്കയിൽ നിന്നും 7 കിലോമീറ്റർ അകലെ വനമേഖലയിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. പലരും ഈ പുലർച്ചെ 2 മണിക്കായിരുന്നെങ്കിൽ പോലും ഈ വലിയ ശബ്ദം കേട്ട് പലരും ഉറക്കം എണീറ്റ് എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത് എന്നറിയാൻ പുറത്തേക്ക് ഓടുന്ന സമയത്ത് പലവരും ജീവന് വേണ്ടി നിലവിളിക്കുന്ന കാഴ്ചയാണ് പലർക്കും കാണാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ദുരന്തം നേരിട്ട് കണ്ടവർ നിരവധിയാണ്. അത്തരത്തിലുള്ള ഒരാളെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. മുണ്ടക്കയിൽ നിന്നും 7 കിലോമീറ്റർ അകലെ വനമേഖലയിൽ നിന്നും ആണ് ഉരുൾപൊട്ടലുണ്ടായത്. നടുക്കുന്ന രംഗങ്ങൾ മറക്കാനാകുന്നില്ല എന്നുള്ളതാണ് മുൻ വാർഡ് മെമ്പർ കൂടിയായിരിക്കുന്ന നസീർ ആലക്കൽ പറയുന്നത്. 3 കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായാണ് അദ്ദേഹം കരുതുന്നത്. ഞാൻ പറഞ്ഞതുപോലെ വളരെ ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ഈ പലരും പുറത്തേക്ക് ഓടിയ സമയത്ത് സമീപത്ത് രൂപം കൊണ്ട പുഴയിലൂടെ കൈ നീട്ടിക്കൊണ്ട് തങ്ങളെ രക്ഷപ്പെടുത്തൂ എന്ന് അലറി വിളിക്കുന്ന നിരവധി പേരായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അത്തരത്തിൽ 3 കുട്ടികളെ രക്ഷപ്പെടുത്തിയ നസീർ ആലക്കൽ എന്ന മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ചെയ്ത ആ ഒരു പുണ്യപ്രവൃത്തി, സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് അദ്ദേഹം ഇത്തരത്തിൽ കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. രാത്രി മഴ കൂടുതലുണ്ട്, തല ദിവസം മുതലേ മഴ കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി മഴ കൂടുതലുണ്ട്, തല ദിവസം മുതലേ മഴ കൂടുതലുണ്ട്. ഒരു ദിവസം മുൻപേ മഴ കൂടിയിട്ടുണ്ട്. അപ്പം തന്നെ നമുക്കൊരു ഭയപ്പാടുണ്ടായിരുന്നു. പിന്നെ ഭയപ്പാടുണ്ടെങ്കിലും നമ്മളൊക്കെ ശ്രദ്ധിച്ചത് പുഞ്ചിരിമട്ടുള്ള ആളുകളെ എങ്ങനെയും സംരക്ഷിച്ച് സേഫായ മേഖലയിൽ എത്തിക്കുക എന്നായിരുന്നു ഉദ്ദേശിച്ചത്. അങ്ങനെ പുഞ്ചിരിമട്ടുള്ള ആളുകളിൽ 95% ആൾക്കാർ മാറി താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മുണ്ടക്കൈ ടൗണ് പോലുള്ള സ്ഥലത്ത് 7 കിലോമീറ്റർ ദൂരെ നിന്ന് വന്നിട്ട് ടൗണ് മുഴുവൻ കൊണ്ടുപോകുന്നു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ടൗണ് കൊണ്ടുപോയി അതിനോട് അനുബന്ധിച്ച മുഴുവൻ വീടുകളും കൊണ്ടുപോയി. ഏകദേശം ഞാൻ ആ നാട്ടുകാരനായതുകൊണ്ട് പറയാം, ഒരു 150 വീടോളം അവിടെ തന്നെ പോയിട്ടുണ്ടാവും, മുണ്ടക്കൈ തന്നെ പോയിട്ടുണ്ടാവും. ഒരു 10ഓളം കുടുംബങ്ങൾ മുഴുവനായും പോയി. ഈ പോയ കുടുംബങ്ങളിൽ തന്നെ അധികം ആൾക്കാരും ഈ പുഞ്ചിരിമട്ടം പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് മാറി താമസിച്ച, അതായത് ഒരു അലി കൂലിയോടനൊക്കെ ഉണ്ട്, അവരുടെ കുടുംബം മുഴുവൻ ടൗണിലേക്ക് മാറി താമസിക്കുക ചെയ്തത്. എന്തിനാ വെച്ചാൽ സംരക്ഷണ മേഖല എന്ന് പറഞ്ഞിട്ട് സംരക്ഷിക്കാം, നമുക്ക് സേഫായ മേഖല എന്ന് പറഞ്ഞിട്ട് സേഫ് സോൺ എന്ന് പറഞ്ഞിട്ടാണ് അവർ മാറി നിന്നത്. പക്ഷെ അവിടെയും വന്നിട്ടാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത്. ചില ആളുകൾ അപ്പോൾ എൻ്റെ ഒരു ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുകൊണ്ടാണ് അവിടുന്ന് മാറി നിൽക്കാതിരുന്നത്. മാറി നിന്നില്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമല്ല. എൻ്റെ വീടിനോട് എൻ്റെ ഈ കൈ കൊണ്ടാണ് ഞാൻ 3 കുട്ടികളെ ജീവനോട് സംരക്ഷിച്ചു. ഞാൻ നോക്കുമ്പോൾ രാത്രി 4 മണിക്ക് നോക്കുമ്പോൾ ഒരു 2 കുട്ടികളുടെ തല മാത്രം കണ്ട് എൻ്റെ ഊരക്ക് കൈയിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് പ്രശാന്ത്, അവൻ ഊരക്കിട്ട് കെട്ടി വലിച്ചിട്ടാണ് എന്നെയും ആ കുട്ടീനെയും കൂടി ഇങ്ങോട്ട് കരക്കെത്തിച്ച്. അത്തരത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത് പറയാനുള്ള, ഇനി പോയവരൊക്കെ പോയിട്ടുണ്ട്, ഒരുപാട് ജനം പോയിട്ടുണ്ട്. ഇനി ആ നാട്ടിൽ ജീവിക്കാൻ, ആ നാട്ടിൽ നിന്നല്ല, വെള്ളരിമല വില്ലേജിൽ ചൂരൽമല ഏരിയയിൽ ഇപ്പോൾ വളരെ ചെറിയൊരു, എൻ്റെ നാട്ടിൽ നിന്ന് പൊട്ടി വന്നത്, അതുകൊണ്ട് വളരെ ചെറിയൊരു പീസ പൊട്ടി വന്നപ്പോഴത്തേക്ക് ഈ 7 കിലോമീറ്റർ നാശം വിതക്കാൻ സാധിച്ചെങ്കിൽ ഇനി അതിൻ്റെ ബാക്കി ഒരുപാട് മലകൾ മുണ്ടക്കൈ തന്നെ പൊട്ടാൻ വേണ്ടി കൂർത്ത് നിൽക്കുന്ന മലകൾ ഞങ്ങൾക്കറിയാം. ഈ തന്നെ ഒരു പീസ് കിടക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ മുതലേ പറയുന്നുണ്ടായിരുന്നു പൊട്ടി നിൽക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അത് ഇങ്ങനെ വരെ സംഭവിക്കുന്നുള്ള അറിയാമെങ്കിൽ നമ്മളൊക്കെ മാറി നിൽക്കുമായിരുന്നു. പക്ഷെ എൻ്റെ കുടുംബത്തിനൊന്നും സംഭവിച്ചില്ല. എന്നോട് ചേർന്നുള്ള മുഴുവൻ, എൻ്റെ വീടിൻ്റെ പുറകെ മുഴുവൻ പോയി, അതുപോലെ എൻ്റെ വീടിനോട് ചേർന്നുള്ള മുഴുവൻ വീടുകളും പോയി, കുടുംബം മുഴുവൻ പോയി. നമുക്ക് നമ്മുടെ ഈ മുണ്ടക്കൈക്കൊരു പ്രത്യേകത പറഞ്ഞാൽ രാഷ്ട്രീയത്തിനും മതത്തിനൊക്കെ അതീതമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. എനിക്കറിയാം, ഞാൻ തന്നെ ഒരു മുൻ ജനപ്രതിനിധിയൊക്കെയാണ്. ഞാനൊരു ഇലക്ഷനെ നേരിട്ടപ്പോൾ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ആൾക്കാർ 83% ആൾക്കാർ എന്നെ വോട്ട് ചെയ്താൽ അത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അവിടുത്തെ ഒരു പ്രത്യേകത, അവിടുത്തെ ആൾക്കാരെല്ലാം ഒരുമയാണ്. മതം, ഇപ്പം ഞാൻ എൻ്റെ അമ്പലത്തിൻ്റെ വാളണ്ടിയറുടെ കൺവീനറായി, ഉത്സവത്തിന് കൺവീനറായി പോലും നിൽക്കാറുണ്ട്. എൻ്റെ മഹല്ല് സെക്രട്ടറി ആയിരിക്കെ എൻ്റെ ഉത്സവത്തിൻ്റെ അത്തരം ബന്ധമുള്ള ആളുകളാണ് ഞങ്ങൾ നാട്ടുകാർ. അവരൊക്കെ പോയതിൽ വലിയ വേദനയുണ്ട്. നിങ്ങളുടെ ഒക്കെ ഇനി എല്ലാവരുടെയും ഇടപെടൽ ഉണ്ടാകേണ്ടത് പുനരധിവാസത്തിന് വേണ്ടിയാണ്, അവിടെ താമസിക്കാൻ കാലം. ഇവരുടെയൊക്കെ ഈ ഇത്രയും ബന്ധമുള്ള ആളുകളുടെ ശവത്തിൻ്റെ മേലെ ചവിട്ടി പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് അവിടെയുള്ള ആളുകളെ പുനരധിവസിക്കാനുള്ള സംവിധാനം സർക്കാരാണെങ്കിലും പ്രതിപക്ഷം ഭരണപക്ഷം നോക്കാതെ ഞങ്ങളൊക്കെ പാവപ്പെട്ടവരുടെ ഏറ്റവും, എൻ്റെ അഭിപ്രായത്തിൽ വയനാട്ടിൽ ഏറ്റവും പാവപ്പെട്ടവർ താമസിക്കുന്ന മേഖലയുമുണ്ടൊക്കെ, ആ പാവപ്പെട്ടവരെ സംരക്ഷിക്കണം എന്നാണ് നിങ്ങൾ